വെൽക്കം ബാക്ക് സിനിമ വാർത്ത മലയാളം. ഇന്നത്തെ ചില സിനിമ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മമ്മൂക്കയെ നായകനാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിലും പൂജ്യം ഇന്നായിരുന്നു. പദയാത്ര എന്നാണ് ചിത്രത്തിന് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും അടൂർ ഗോപാലകൃഷ്ണനും ഒന്നിക്കുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത്. നയൻതാരയും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. തുടരും എന്ന ചിത്രത്തിൻ്റെ വമ്പൻ വിജയത്തിന് ശേഷം ലാലേട്ടനും തരുൺ മൂർത്തിയും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ പൂജ ഇന്ന് നടന്നു. ചിത്രത്തിൽ ലാലേട്ടൻ പോലീസ് കഥാപാത്രമായാണ് എത്തുന്നത്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഇതുവരെയ്ക്കും അനൗൺസ് ചെയ്തില്ല. ചിത്രത്തിൽ ലാലേട്ടൻ താടി വടിച്ച ലുക്കിലാണ് എത്തുന്നത്. താടി വടിച്ച ലുക്ക് ലാലേട്ടൻ തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയുണ്ടായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചിത്രത്തിൽ ലാലേട്ടൻ താടിയെടുത്ത് അഭിനയിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകരും പ്രേക്ഷകരും. തുടരും എന്ന ചിത്രത്തിൻ്റെ പോലെ ഒരു വമ്പൻ വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും പ്രേക്ഷകരും. അടുത്ത ഒരു അപ്ഡേറ്റ്, നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ വമ്പൻ വിജയമായ സർവമായ എന്ന ചിത്രത്തിൻ്റെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ജനുവരി 30 ജിയോ ഹോട്ട്സ്റ്റാർ വഴി പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അർജുൻ അശോകനെ നായകനാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ചത്താപ്പച്ച എന്ന ചിത്രത്തിന് മിക്സഡ് പ്ലസ് പോസിറ്റീവ് റെസ്പോൺസാണ് വന്നിരിക്കുന്നത്. ചിത്രം നല്ലതാണെങ്കിലും ചിത്രത്തിലെ മമ്മൂക്കയുടെ ക്യാമിയോ റോള് നെഗറ്റീവ് റെസ്പോൺസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിത്രം നല്ല രീതിയിലുള്ളൊരു കളക്ഷനിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും പ്രേക്ഷകരും. നിവിൻ പോളി നായകനായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ബേബി ഗേൾ എന്ന ചിത്രത്തിന് ഒരു വാച്ചബിൾ ത്രില്ലർ എന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് വന്നിരിക്കുന്നത്. ചത്താപ്പച്ച അതുപോലെ തന്നെ ബേബി ഗേൾ, ഈ രണ്ട് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് ഏതാണെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാവുന്നതാണ്.